ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗരീഷ് അങ്ങാടിപ്പുറം. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഗപ്പി ഫാം സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത് ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ എരഞ്ഞിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ ഫാം വീട്ടിലല്ല ചെയ്യുന്നത്, ഷോപ്പിലാണ്. അപ്പോൾ സാധാ ഷോപ്പുമാരില്ല, ഈ ഷോപ്പിന് വളരെയധികം പ്രത്യേകത ഉണ്ട്. കാരണം ഇവിടെ ഗപ്പികളും ഫൈറ്ററും മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഷോപ്പിലാകുമ്പോൾ മറ്റുള്ള പെറ്റ്സുകളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ വെറും ഗപ്പികളും ഫൈറ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഷോപ്പായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. അത്രയും ക്വാളിറ്റിയിലാണ് ഇവിടെയൊക്കെ ബ്രീഡ് ചെയ്യുന്നതൊക്കെ. ബ്രീഡ് ചെയ്ത ബ്രീഡിങ് പേരാണ് ചെയ്യുന്നത്, ഒന്നും മിക്സിംഗ് അല്ല. ആദ്യം നമുക്ക് ഈ ഫാമോർ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗപ്പി ഫാമിൻ്റെ ഓണർ എന്താണ്, പേരെന്താണ്? അർജുൻ. പേര് അർജുൻ. അപ്പോൾ അർജുന് ഈ ഗപ്പി ഫാമിൻ്റെ പേരെന്താണ്? ഗപ്പിയുടെ കുപ്പി എന്നാണ് നമ്മളെ. ഗപ്പിയുടെ കുപ്പി, ഒരു വെറൈറ്റി പേരുണ്ട്. എന്താ അങ്ങനെ ഒരു പേരിടാൻ തരും? ഇല്ല, ഒരു ഗപ്പി മാത്രമായിട്ട് ചെയ്യാന്നുള്ള പരിപാടിയായിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു വെറൈറ്റി പേരായിക്കോട്ടെ അല്ലേ, മനസ്സിൽ ക്യാച്ച് ചെയ്ത ഒരു പേരാ ഗപ്പിയുടെ ഒരു കുപ്പി. അപ്പോൾ ഒരു വെറൈറ്റി പേര് തന്നെയാണ് ഇവർ ഗപ്പി ഫാമിന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഫൈറ്റർ എന്തൊക്കെയാണ് മുന്നിട്ടുള്ളത്? ഇപ്പം നിലവിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റേഴ്സ്, OHM, HM, ക്രൗൺ ടൈൽ, പിന്നെ ബിഗ് ഗിയർ, പിന്നെ ഡബിൾ ടൈൽ. മെയിനായിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഗപ്പികളാണ്. ഗപ്പികൾ എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ? ഗപ്പികൾ ഇപ്പം നിലവിൽ 61 വെറൈറ്റി ചെയ്യാനുള്ള പരിപാടികളിലാണ്. അതിലിപ്പോൾ നിലവിൽ ഒരു 10-40 വെറൈറ്റിയോളം നമ്മുടെ കയ്യിലുണ്ട്. 40 വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ ഉണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ഗപ്പികളാണ്. പിന്നെയാണ് ഫൈറ്ററുകൾ, നേരത്തെ പറഞ്ഞ ഫൈറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രീഡുകളും, ഒരു ഫൈറ്ററിന്റെ ഒരുവിധം കിട്ടുന്ന എല്ലാ ബ്രീഡുകളും നമ്മളിവിടെ ചെയ്യാനുള്ള താല്പര്യക്കാരാണ്. കാരണം എന്താ വെച്ചാൽ HM, OHM, ക്രൗൺ ടൈൽ, പിന്നെ അതേമാതിരി ഡബിൾ ടൈൽ, ലോബോ, അതേമാതിരി നിമോ ക്യാൻഡി, അതേമാതിരി ഏത് കിട്ടുന്നോ ആ എല്ലാ ലെവലിലുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ സൗകര്യം ചെയ്യാനുള്ള പരിപാടിയിലാണ് ഉള്ളത് ഫൈറ്റേഴ്സ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഓണർ അർജുൻ ആദ്യം ഗപ്പി ഫാം ഇതിൻ്റെ വീഡിയോ എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതല്ല ഉണ്ടായത്. വീഡിയോൻ്റെ പുറമെ എന്നെ കൊണ്ട് ഈ ഫാം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, ഇങ്ങനെ എന്നെ കൊണ്ടൊക്കെ എന്നെ ഫാം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ ഞാൻ അതും ചെയ്തു. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഫാം അത്യാവശ്യം ഉഷാറായി വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പുമായി ആക്കാൻ തീർക്കാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമ്മളെ ഈ ടൗൺ ഏരിയകളിൽ വീടുകളിലെ സൗകര്യങ്ങൾ, ഒരു വീട്ടിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, ഷോപ്പായിട്ടല്ല. അപ്പൊ വീട്ടിൽ തീരെ സൗകര്യമില്ല. അപ്പൊ അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ലാണ്ട് ക്ലാസ്സിലൊക്കെ ഫൈറ്റർ ആണല്ലേ? നല്ല ഫൈറ്റേഴ്സ് ആണ്. ഇതൊക്കെ ഓരോ അക്കുലത്തിൽ ഇട്ടതിന് ഇതൊക്കെ സെയിലാക്കാൻ വെച്ചിരിക്കല്ലേ? അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. 120 രൂപ 150 റേഞ്ചിലാണ് ഇവിടെ കൗണ്ടിൽ കൊടുക്കുന്നത്. അത് ബ്ലൂ കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്, പിന്നെ അതൊക്കെ വരുന്നത് എല്ലാ കളേഴ്സും വരുന്നുണ്ട്. പിന്നെ അതൊക്കെ ഫൈറ്റർ വരുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതിൽ ഹോൾസെയിലായിട്ട് ആൾക്കാർ ചോദിക്കും, ഹോൾസെയിലായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് കൊടുക്കാം. ഹോൾസെയിൽ വരുമ്പോൾ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് ഫൈറ്ററുകൾ. അപ്പൊ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഹോൾസെയിലായിട്ട് നമ്മളെ റേറ്റും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി. കുഴപ്പമില്ല, നോക്കിയിട്ട് പറഞ്ഞാൽ. കൊറിയറൊക്കെ എങ്ങനെയാണ് ഇവിടുന്ന്? ഏതാ കൊറിയർ സർവീസ് ഇപ്പൊ കേരളത്തിന്റെ ഉള്ളിൽ എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അപ്പൊ അതാണ് ഇവിടെ മെയിൻ പ്രത്യേകത. കൊറിയർ ഇപ്പൊ എല്ലായിടത്തേക്കും കൊറിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതർ സ്റ്റേറ്റിലേക്ക് ഇപ്പൊ കൊറിയർ അവൈലബിൾ അല്ല. നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇവിടുന്ന് കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് ഒന്നിച്ചിട്ടിരിക്കണം. അതിപ്പോ ഒന്നിച്ചിട്ടതാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അത് കുറച്ച് ദിവസം നിൽക്കുള്ളൂ. ഒന്നെങ്കിൽ സെയിലായി പോകും, ഇല്ലെങ്കിൽ ഞാൻ ടാങ്ക് സെറ്റപ്പിലേക്ക് ചെറുതിലേക്ക് അവിടെ കൊണ്ടുപോയി മാറ്റേണ്ട അവസ്ഥകൾ വരും. ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചതാണ്. ഇത് പ്ലാറ്റിനം റെഡിന്റെ നോർമൽ നോർമലാണ്. ഇതുള്ളത് മോസ്കോ വയലറ്റ്. ഇത് റെഡ് റോസ്. ഇത് സീത്രൂ കോഴി. പിന്നെ വരുന്നത് ഫുൾ റെഡ്, AFR ഫുൾ റെഡ്. പിന്നെ ഇത് ഹാഫ് മൂൺ ടൈഗർ. ഇത് യെല്ലോ ടെക്സിഡോ. ചില്ലി റെഡ്, ബിഗ് ഗിയർ. ബിഗ് ഗിയറിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. ചില്ലി റെഡ് ബിഗ് ഗിയർ ആണ്. വലിയ കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. ഇതിപ്പോ ഏകദേശം എത്ര പേരോടെ കൊടുക്കാണ്ടാവും? ഏകദേശം ഒരു 10-200 പേരോളം നമുക്ക് സ്റ്റോക്ക് കാണണം. നമ്മുടെ ഫേവറേറ്റ് ഗപ്പി ചില്ലി മൊസൈക്ക് ബിഗ് ഗിയറിന്റെ ഒരു എത്ര 200 പേരോളം ഇവിടെ ഇപ്പൊ കൊടുക്കാനുണ്ട്. അതൊക്കെ ഇവിടെ കൊറിയറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. ഏത് ബിഗ് ഗിയർ അത് ഏകദേശം മാർക്കറ്റിൽ ഒരു 150 രൂപ 200 രൂപ റേറ്റ് വരെ പോകുന്നുണ്ട്. ചില്ലിയുടെ നല്ല ക്വാളിറ്റി ആയിരുന്നു. ഇതിപ്പോ ജൂനിയർ സൈസ് ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഒരു ഇനിയും കുറേ വരാണ്ടാവും അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. ഇതിപ്പോ എന്ത് റേഞ്ചാണ് വരുന്നത്? ഇവിടെ 120 രൂപ അത്രേ ഉള്ളൂ അല്ലേ? അതെ. ഇത് നമുക്ക് റയറായിട്ട് കാണുന്ന പ്ലാറ്റിനം ഡംബോ ഇയർ പീസാണ്. അധിക ബ്രീഡ് ഡംബോ ഇയർ. ഇതിൽ അധിക ബ്രീഡേഴ്സിന് കയ്യിലും കാണാൻ കിട്ടുന്നതല്ല.
ഇത് റയറായിട്ടാണ് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബ്രീഡേഴ്സ്. ഫീമെയിലിന് ഇയർ നന്നായിട്ട് കാണാം, നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഈ സ്ട്രെയിൻ ഇറങ്ങിയിട്ട് കുറച്ചായി, പക്ഷെ അധികം ആൾക്കാരെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. ഇത് 1500 to 2500 ആ റേഞ്ചിലാണ്. പക്കാണ് ഇത്. ഇനി എത്ര സ്ട്രെയിൻ ഇതായാലും ഇതേ ഇയർ കിട്ടുന്നുണ്ട്. മാക്സിമം കൗണ്ട് കമ്മിയാണ്, എന്നാലും കുഴപ്പമില്ല. ഇറങ്ങുന്ന മൊത്തം ഇയർ പക്കായിട്ടാണ് ഇറങ്ങുന്നത്. നിലവിൽ അവൈലബിൾ ആണ്. ഒരു 10-15 പേരോളം ഉണ്ട്. ഇത് നമ്മളിവിടെ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സ്ട്രെയിനാണ്. അതൊരു 3 വെറൈറ്റി സ്ട്രെയിൻ ഉണ്ട് ഇപ്പൊ കാണിച്ചാല്. നല്ല അടിപൊളിയായിട്ടുണ്ട്, ഹരായിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ബിഗ് ഇയർ വരുന്നുണ്ട് കാണാൻ. അതിന് മാത്രം ടെയില് ക്യാപ്പ് വരുന്നുണ്ട്. അത് കൂടാണ്ട് ടെയില് ഇപ്പൊ നിലവില് ഇത് ജൂനിയർ സൈസ് ആണ്. ജൂനിയർ സൈസിന്റെ സൈസാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നിലവിലുള്ള വലുതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ടെയില് നിലത്തൊട്ടുന്ന രീതിയിലാണ്. ആ റേഞ്ചിൽ ടെയിൽ നിൽക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റേബിൾ ആയിക്കൊണ്ട് നിൽക്കാണ്. അത്രേ ഉള്ളൂ. സ്റ്റേബിൾ ആകാണ്ട് ഇത് പുറത്തേക്ക് ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. സ്റ്റേബിൾ ആവട്ടെ. ഒരു 2 മാസം കൊണ്ട് സ്റ്റേബിൾ ആവുന്നുള്ള പ്രതീക്ഷയാണ്. 3 സ്ട്രെയിൻ ഉണ്ട്. 3 സ്ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഇയർ എല്ലാത്തിനും കണ്ടീഷൻ ഈ ഡംബോ ഇയറിന്റെ ടൈപ്പിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ജൂനിയർ സൈസിൽ ഇതാ ബിഗ് ഇയറിന്റെ സൈസിലുണ്ട്. ഇല്ല, കൊടുക്കാൻ എന്തായാലും ഇപ്പോൾ ഒരു 2 മാസത്തേക്ക് എന്തായാലും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇത് സ്റ്റേബിൾ ആയിട്ടേ കൊടുക്കാൻ പറ്റൂ. റേറ്റിന്റെ കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സ്റ്റേബിൾ ആയതിനു ശേഷം റേറ്റ് തീരുമാനിക്കാന്ന് വിചാരിച്ചിട്ടാ. കാരണം ഇപ്പം തന്നെ വല്ലാത്ത എൻക്വയറി ഉണ്ട് ഇതിൽ എൻക്വയറി ചെയ്തിട്ട് കാര്യമില്ല. ഒരു 2 മാസം കൊണ്ട് നമ്മൾ സ്റ്റേബിൾ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. കോബ്ര, ബ്ലൂ ബ്ലാക്ക് കോബ്ര അല്ലേ. പിന്നെ ഉള്ളത് ആൽബിനോ കോയി അല്ലേ. പിന്നെ ഇത് വരുന്നത് വൈറ്റ് മൊസൈക്ക് അല്ലേ. പിന്നെ ഫുൾ ബ്ലാക്ക്. പിന്നെ വൈറ്റ് ടെക്സിഡോ. പിന്നെ മെറ്റൽ ബ്ലാക്ക്. ബ്ലൂ കിങ് കോബ്ര. പിന്നെ വരുന്നത് 7 കളേഴ്സ്. 7 കളേഴ്സ് ഏകദേശം 80-100 ആ റേഞ്ചിൽ. 80 അല്ലെങ്കിൽ 100 രൂപ റേഞ്ചിൽ കൊടുക്കാണ്ട്. പിന്നെ ഉള്ളത് ഇത് മോസ്കോ റെഡ് വെറൈറ്റി ഉണ്ട്. പിന്നെ ഉള്ളത് ഇത് മറ്റേ ജാപ്പനീസ് ബ്ലൂ റെഡ് ഗ്രാസ്. പിന്നെ തണ്ടർബോൾട്ട് അല്ലേ. ഈ തണ്ടർബോൾട്ടും ജെറ്റ് ബ്ലാക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളത്? തണ്ടർബോൾട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് വരാം. ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടാണ്. ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. അത് നമുക്ക് കാണുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിന്റെ ടച്ച് ഉണ്ടെങ്കിലും ബ്ലൂ ഷെയ്ഡ് ആണ് തണ്ടർബോൾട്ട്. ജെറ്റ് ബ്ലാക്ക് ആകുമ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. പിന്നെ സാമുറായി ബ്ലാക്ക് ഉണ്ട്. തണ്ടർബോൾട്ട് ആകുമ്പോൾ കുറച്ച് ബ്ലൂ കളർ വരും. ജെറ്റ് ബ്ലാക്ക് ആകുമ്പോൾ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. അത് നല്ല ടൈലും ഉണ്ടാവും. ഇതായിട്ട് വരുന്നുള്ളൂ, ക്ലിയർ ആവുന്നുള്ളൂ. കുഴപ്പമില്ല. ഇത് മിക്സ്ഡ് കപ്പിയാണ്. പേരിനോട് 40 രൂപ റേഞ്ചിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇതൊരു 19 പേരോളം കാണണം. അത് കാര്യമാവും. അത് വരും. പിന്നെ റിട്ടേൺ സാധനം ഇതേ സെയിം സാധനം തന്നെ ലോഡ് ചെയ്യും നമ്മൾ. അപ്പോൾ ഇവിടെ വില കുറഞ്ഞ കപ്പികൾ മിക്സഡ് ആയിട്ട് മേടിക്കാൻ 40 രൂപയൊക്കെ ഉള്ളൂ. വളരെ വിലക്കുറവാണ്. അത്യാവശ്യം നല്ല സൈസായ ജൂനിയർ സൈസ് നല്ല സൈസായ പ്രസവിക്കാനായ കപ്പികളുണ്ട്. സൈസായ കപ്പികൾ തന്നെ ഉണ്ട്. ഇത് ഏതാണ്? വൈറ്റ് മൊസൈക്ക് അല്ലേ. ഇത് നിലവിൽ ഒരുവിധം ബ്രീഡേഴ്സിന് കയ്യിലൊക്കെ ഉണ്ട്. നല്ല ടെയിൽ വരുന്നുണ്ട് അല്ലേ. അത്യാവശ്യം നല്ല ടെയിലാണ്. ആവശ്യക്കാരും കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഭംഗി തന്നെയാണ്. ആ ടെയിലിന്റെ ഭംഗിനെ കൊണ്ട് തന്നെയാണ് അധികം ആൾക്കാരും വന്ന് ചോദിക്കാറ്. ഇതിന്റെ റേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 to 350 ആ റേഞ്ചിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ റേഞ്ചിൽ പോകുന്നത്. നിലവിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോക്ക് ഉണ്ട്. ഈ ബ്രീഡ് ആൽബിനോ കോയി അല്ലേ. ഇപ്പം കൂടുതലായിട്ട് എല്ലാവർക്കും കോയി വെറൈറ്റീസിലേക്കാണ് കൂടുതലായിട്ട് ക്യാപ്പുള്ള വെറൈറ്റീസ്. അതാണ് കോയി വെറൈറ്റീസിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം എൻക്വയറി ഉള്ളത്. എൻക്വയറി കൂടുതലുള്ളത് ഇപ്പം കോയി വെറൈറ്റീസിലാണ്. നിലവില് ജൂനിയർ സൈസിന് വിട്ടു. പക്ഷേ ഈ പറയുന്ന ആൽബിനോ കോയിന്റെ മെയിലിന് സൈസ് കുറവായിരിക്കും. അതാണ് തോന്നാനുള്ള മെയിൻ കാരണം. ഫീമെയിലാണ് സൈസ് കൂടുക. ഇത് സ്നേക്ക് സ്കിൻ
സ്നേക്ക് സ്കിൻ ആണ് വരുന്നത്. മറ്റേത് വരുന്നത് ഗ്രീൻ കോബ്ര. തൊട്ടപ്പുറത്ത് വരുന്ന മറ്റേ ഇലക്ട്രിക് ബ്ലൂ ആണ്. ഇലക്ട്രിക് ബ്ലൂ കാലിയായിട്ടുണ്ട്, ഇപ്പം വരുന്നുണ്ട്. നമ്മളെ ടാങ്കിലുള്ളതെന്ന് ഒരു കാണിക്കാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ജൂനിയർ സൈസ് ഒന്ന് കഴിയുന്നുള്ളൂ. പിന്നെ നിലവിൽ അത് കാണുന്നത് HP ബ്ലൂ, പഴയ ലൈനേജ് ആണ്, പുതിയ ലൈനേജ് അല്ല, പഴയ ലൈനേജ് ആണ്. ചേട്ടാ ഇത് നോക്കുകയാണെങ്കിൽ നിലവിൽ ഫൈറ്റേഴ്സിൽ ഫീമെയിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും കിട്ടുന്ന സൈസ് കുറവാണ്. എല്ലാം അത്യാവശ്യം സൈസ് ഉണ്ട്. എഗ്ഗില് ഓക്കെ ആയിട്ട് നിൽക്കുന്നോ, ആർക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രീഡിങ്ങിന് ഇടാം. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ഇത് OHM ഫീമെയിൽ ഉണ്ട്, പിന്നെ ഡബിൾ ടൈലിന്റെ ഫീമെയിൽസും ഉണ്ട്. ഓ അത് വേറെ തന്നെ അക്കുറി 3 അക്കുറിയത്തിലാക്കിയിട്ട് അതില് OHM തന്നെ ഉള്ളത്. നിലവിൽ ഡബിൾ ടൈലിന്റെ ഇതിന്റെ അക്കുറിയത്തിന്റെ അകത്തുണ്ട്. ഇതില് വേറെ OHM കയറിയിട്ടുണ്ട്, OHM ഉണ്ട്. പക്ഷെ നമുക്ക് നോക്കിയിട്ട് ചേഞ്ച് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഫീമെയിലിന് മാത്രമൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഫീമെയിൽ ഇപ്പോൾ ഇവിടെ റീറ്റെയിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈസിന് 80 രൂപ 90 രൂപ റേഞ്ചിലാണ് ചെയ്യുന്നത്. 80 രൂപ 90 രൂപയിലാണ്. അതിന് ഹോൾസെയിൽ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് പീസിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും വിലക്കുറവാണ്. 80 രൂപ 90 രൂപയുള്ളൂ. അത്യാവശ്യം നല്ല എഗ്ഗൊക്കെ ആയതാണ്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വീട് ചെയ്യിക്കാൻ പറ്റും. ഫൈറ്റേഴ്സ് എത്ര വേണമെന്ന് ചോദിച്ചാൽ ഏത് ഐറ്റംസും OHM ആണെങ്കിലും HM ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ബൾക്കായിട്ട് ചെയ്തു തരാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഇതൊക്കെ എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത്? അത് ഫൈറ്റേഴ്സ് മൊത്തം തായ്ലാൻഡാണ്. തായ്ലാൻഡിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ക്വാളിറ്റി പക്ക ക്വാളിറ്റിയാണ്. അത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴിക്കോടുള്ളവരോ ഇവിടെ ഉള്ളവരാണ് വന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നതാണ്. ഒന്ന് കോൺടാക്ട് ചെയ്ത റേറ്റും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഈ ഫാമിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഒക്കെ ഡിസ്പ്ലേ ഗ്ലാസ്സിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്, ടാങ്കിലും നല്ല. അപ്പോൾ എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടാനുസരണം അതിൻ്റെ കളറൊക്കെ നോക്കിയിട്ട് വലിപ്പം നോക്കിയിട്ട് അവരുടെ ഇഷ്ടത്തിന് എടുക്കാം. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ജാപ്പനീസ് റെഡ് ബ്ലൂ ഗ്രാസ്. ഇതാണ് ജാപ്പനീസ് റെഡ് ബ്ലൂ ഗ്രാസ്. ഇത് പുതിയ വെറൈറ്റി ആണോ? അല്ല, അത് കുറച്ച് മുന്നേ ഉള്ള വെറൈറ്റികൾ തന്നെ. അപ്പോൾ അൽബിനോ അല്ലേ? ആൽബിനോ. എന്തായാലും ടൈലിന്റെ പ്രത്യേകത? ടൈല് മാത്രമല്ല, ഗ്രാസ് ടൈപ്പ് ആണ്. ഗ്രാസ് ടൈപ്പ് ആണ് അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മൂവ്മെന്റ് ഉണ്ട്. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതൽ എന്ന് ഉള്ള ഒരു അഭിപ്രായം കൂടി ഉള്ള ഒരു ഐറ്റാണ്. എന്താ റേറ്റ് വരുന്നത്? ഏകദേശം 500 to 600 ആ റേഞ്ചിലൊക്കെ പോകുന്നുണ്ട്. 500 മുതൽ 600 രൂപ വരുന്നുണ്ടല്ലേ മാർക്കറ്റിൽ? നല്ല കുട്ടികളും കഴിക്കൂലേ? നല്ലോണം. ഒരുവിധം കിട്ടാറില്ല പ്രൈസിന്. നിലവിൽ ബ്രീഡിംഗ് കേജ് എന്തായാലും വേണം ഇതിന്. ഇതിന് അധികം അസുഖങ്ങൾ വരാറുണ്ടോ ഇതിനിപ്പോ? ആൽബിനോ ടൈപ്പിന്റെ കുറച്ച് സേഫ്റ്റി എടുക്കേണ്ടത് നമ്മൾ എടുക്കണം. നല്ല ഗ്ലാസ്സിൽ നല്ല ലുക്കാ കാണാം അല്ലേ? അത് ഒരുവിധം ആൽബിനോ ഐറ്റംസ് മൊത്തം കാണാൻ നല്ല ലുക്കായി അല്ലേ? ഇതിപ്പോ കൊടുക്കാണ്ടോ? അപ്പൊ നിലവിലുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ബ്ലൂ കിങ് കോബ്ര. എന്തിന്റെ പ്രത്യേകത? ഇത് ഈ ഒരു സ്ട്രെയിന് പ്രത്യേകമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന സ്ട്രെയിൻ ഒന്നല്ല, പണ്ടേ ഉണ്ട്. പക്ഷെ അത്യാവശ്യം നല്ലോണം മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ടെയിലാണ്. നമ്മളിപ്പം മുന്നേ കണ്ട മാതിരത്തൊക്കെ ഈ വൈറ്റ് മൊസൈക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, അതേമാതിരി സാമ്യമുള്ളതാണ്. പക്ഷെ ചേഞ്ച് ഉണ്ട്, ടെയിൽ വ്യത്യാസം കാര്യങ്ങൾ വരുന്നുണ്ട്. ഭംഗിയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 350 to 400 ആ റേഞ്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊടുത്ത് ചെയ്യുന്ന ആ റേഞ്ചിലാണ്. നമ്മൾ ഈ പറയുന്ന ഈ ഇത് വരുന്നുണ്ടല്ലോ, ഫൈറ്റർ അക്വേറിയം ഒരു മെയില് ഒരു ഫീമെയില് ഒരു ഫുഡ് അടക്കം നമ്മൾ 400 രൂപ കോംബോ ഓഫർ മാതിരി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഓഫറാണ്. അക്വേറിയം അടക്കം 400 രൂപ. പിന്നെ ഫുഡ് റോയലിന്റെ ഫുഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ 4 ഐറ്റംസ് ഉണ്ടാവും. ഒരു മെയില് ഒരു ഫീമെയില് ഒരു ഫൈറ്റർ അക്വേറിയം, അതേമാതിരി അതിന്റെ കൂടെ ഒരു ഫുഡ്. 400 രൂപ വരും. നല്ലൊരു ഓഫറാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വിളിച്ചോളൂ. പിന്നെ ഈ പറഞ്ഞ ഓഫറിൽ OHM ഉണ്ടാവും, അതേമാതിരി HM ഉണ്ടാവും, അതേമാതിരി ഡബിൾ ടൈലും ഉണ്ടാവും. ഈ 3 ഐറ്റംസിനാണ് നമ്മൾ ഈ ഓഫർ തന്നിരിക്കുന്നത്. ആരും വിളിച്ചിട്ട് ഡബിൾ ടൈൽ മറ്റേ ബിഗ് ഇയറിനോ അല്ലെങ്കിൽ ഡംബോ ഇയറിനോ ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേമാതിരി ഗാലക്സി കോയി നമുക്ക് അവൈലബിൾ ആണ്, നിമോ കാൻഡി അവൈലബിൾ ആണ്. ഈ മൂന്ന് ഐറ്റം നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന്റെ ഫീമെയിലും പിന്നെ ഈ ക്രൗൺ ടൈൽ കൊടുക്കണം, ക്രൗൺ ടൈൽ ഫീമെയിൽ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. എന്നാലും നോക്കാം, നമുക്ക് മാക്സിമം തരാൻ പറ്റുന്നത് തന്നിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു മേഖലയ്ക്ക് വന്നിട്ട് ഇപ്പൊ ഏകദേശം എത്ര ഉണ്ട്?
ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് കുറച്ച് കാലം ആവുന്നുള്ളൂ, അധികമൊന്നും ആയിട്ടില്ല. ഏകദേശം ഒരു ഞാൻ പഠിക്കാൻ ഇഷ്ടം വരുന്നുണ്ട്. ഇപ്പൊ ഈ വിളിക്കുന്ന ആൾക്കാർ തന്നെ എനിക്ക് പറഞ്ഞുതരാൻ കുറെ കാര്യങ്ങളുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട്. ഞാൻ എന്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെയാണ്. അപ്പം ഇതിലേക്ക് ഫീൽഡിലേക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺട്രാക്ടറാണ്, PWD വർക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് സൈഡായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പയ്യന്മാരുണ്ട്, ഇവിടെ ഉള്ള സുഹൃത്തുക്കളുണ്ട്. വീട്ടുകാരെല്ലാരും ഓക്കെയാണ്. കൂടുതലായിട്ട് നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ് സഹായിക്കുന്നത്. ഇതെല്ലാവർക്കും പരിചയമുള്ള AFR ഫാൻടൈൽ ഫുൾ റെഡ് ആണ്. ആൽബിനോ ടൈപ്പാണ്. നിലവിൽ ആർക്കും പരിചയമില്ലാത്തണ്ടാവില്ല. AFRന് വേണ്ടിയിട്ടാണ് ഒരുവിധം ആൾക്കാരും കസ്റ്റമേഴ്സും വരാറ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്ന ജൂനിയർ സൈസ് ആണ്. ഈ AFRന്റെ ഫുൾ എന്താണ്? ആൽബിനോ ഫുൾ റെഡ്. AFR എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഏകദേശം ജൂനിയർ സൈസിൽ നിന്ന് വിട്ടിട്ടേ ഉള്ളൂ. നമുക്ക് നിലവിൽ കളറ് ഫുൾ റെഡിലേക്കും ഫാൻടൈലാണ് ഇത് കളറിലേക്ക് ആയിട്ട് വരുന്നുള്ളൂ. ഇതിന്റെ നിലവിൽ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 200 to 280 നമ്മളിവിടെ കൊടുക്കുന്നത് 150 ആയിട്ടാണ്. 150 ഇവിടെ പേര് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിലൊരു 500 പേരോളം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റാണ് ഇത്. വൈറ്റ് ടെക്സിഡോ എന്ന് പറഞ്ഞ ഐറ്റാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം പണ്ട് മുതലേ ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇല്ല, അത് ഏറ്റവും വലിയ കുഴപ്പം ഈ വൈറ്റ് ടെക്സിഡോന്റേതാണ്. യെല്ലോ ഷെയ്ഡ് കയറാന്നുള്ളത്. ഇതിന്റെ കെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫുഡ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കെയറിംഗ്. കാരണം എന്താ വെച്ചാൽ ബാക്കി ഏതെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിലവിൽ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഷെയ്ഡ് കയറാൻ തുടങ്ങും. അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടു നടന്നിട്ട് ചെയ്യുന്ന സാധനമാണ്. വൈറ്റ് ടെക്സിഡോ തന്നെ പല റേഞ്ചിൽ കിട്ടാണ്ട്. ഒരു 100 to 450, 550 ആ റേഞ്ചിൽ വരെ വൈറ്റ് ടെക്സിഡോ വരുന്നുണ്ട്. ഇനി അത് മാർക്കറ്റ് ഇതിപ്പോ നിലവിലുള്ള സാധനം 250 ആണ്. ഇതിന്റെ സ്ട്രെയിൻ്റെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് മിൽക്കി ഷെയ്ഡ് കയറാൻ ഇത് യെല്ലോ ഷെയ്ഡ് കയറാണ്ട് കൊണ്ടുനടക്കുന്നതാണ്. ഇത് യെല്ലോ ടെക്സിഡോ. ഇത് വൈറ്റ് ടെക്സിഡോ പോലെ തന്നെ ഫേമസ് ആയ ഒരു സാധനം തന്നെയാണ് യെല്ലോ ടെക്സിഡോ. പക്ഷേ വൈറ്റ് ടെക്സിഡോന് അത്ര ഒരു റേറ്റോ കാര്യങ്ങളോ ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണ്. നിലവിൽ 100 രൂപ മുതൽ 150 രൂപ വരെ പോകുന്ന ഒരു സീരീസിലുള്ളതാണ് യെല്ലോ ടെക്സിഡോ. ഇത് 120 രൂപ ആയിട്ട്. ഇത് റെഡ് റോസ് എന്ന് പറയുന്ന ബ്രീഡാണ്. റെഡ് റോസ്. ഇതെന്താന്ന് വെച്ചാൽ പുതിയ ബ്രീഡായിരുന്നു, ഭയങ്കരമായിട്ട് കളിച്ചിരുന്നു. ഇപ്പം ആൾക്കാർ ഇങ്ങനെ എൻക്വയറി കുറച്ച് കുറവാണ്. ഇതിപ്പോ നിലവിൽ വരുന്നതെന്ന് വെച്ചാൽ 150 to 200 ഉള്ളിൽ, 200 നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് മെറ്റൽ ബ്ലാക്ക് എന്ന് പറയുന്ന അതെ, അത്യാവശ്യം സ്ഥിരമായിട്ട് എല്ലാവരും വളർത്തുന്നതും കാര്യമായിട്ട് കാണുന്ന ഒരു ഐറ്റാണ്. ഇതിന് ഏകദേശം റേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ 150 to 200 ആണ് വരുന്നത്. 200 വരെ. അപ്പം ഗ്രീൻ കോബ്ര എന്ന് പറഞ്ഞ സ്ട്രെയിൻ ആണ്. ഗ്രീൻ കോബ്ര അല്ലേ? അപ്പോൾ ഇത് നിലവിൽ എല്ലാവർക്കും പരിചയമുള്ള സ്ട്രെയിനാണ്. പഴയ മോഡലിനാണ്. എൻക്വയറി ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു ഭംഗി അതിന് കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ അത്യാവശ്യം എൻക്വയറി ഉണ്ട്. ഇതൊരു 100 രൂപ മുതൽ 150 രൂപ വരെ നിലവിൽ മാർക്കറ്റ് ഉണ്ട്. മറ്റേ ഫൈറ്റേഴ്സിന് വേണ്ടത് എല്ലാ ഫീഡുകളും അവൈലബിൾ ആണ്. ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ചെയ്യുന്നുണ്ട്. ഫുഡ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അത് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും. ഏതൊക്കെ ഫുഡുകളുടെ മെയിൻ ആയിട്ടുള്ളത്? നിലവിൽ പ്രിൻസ് വെയിൻ, മറ്റേ ഓഷ്യന്റെ ഫുള്ള് ഫ്ലേക്സ്, ഓഷ്യൻ ട്രീറ്റിന്റെ ഫുള്ള് ഫ്ലേക്സ് വരും. OSIന്റെ ഫ്ലേക്സ്, ഫ്രോസൺ, ആർട്ടീമിയ, ഫ്രോസൺ, എല്ലാ ഒരുവിധം എല്ലാ ഐറ്റംസും, ഗപ്പീസിന്റെ മൊത്തം ഐറ്റംസ് ഫുഡ്സും ഇവിടെ ഉണ്ട്. ഹിക്കാരി കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നില്ല. നിലവിൽ ഇനി മുന്നോട്ട് അങ്ങോട്ട് ചെയ്യാനുള്ള താല്പര്യങ്ങളുണ്ട്. അതേമാതിരി ടെട്രാബൈറ്റ്സ് ഉണ്ട്. അതേമാതിരി ഇലാർവൽ, ഒരുവിധം എല്ലാ ഐറ്റംസും ചെയ്യാം. അപ്പോൾ ഒരുവിധം എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ വിളിച്ചിട്ട് ഓർഡർ ചെയ്യാം. അപ്പോൾ കസ്റ്റമേഴ്സിന് വരാൻ ഇപ്പോൾ സ്ഥലം ഇപ്പോൾ എവിടെയാണ് കറക്റ്റ്? ഇത് നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലം എന്ന് പറയും. കോഴിക്കോട് എരഞ്ഞിപ്പാലം പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്താണ് ഈ സ്ഥാപനം. അപ്പോൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് എത്ര ദൂരം ഇവിടേക്ക്? ഏകദേശം ഒരു 2 കിലോമീറ്ററിന്റെ 2 കിലോമീറ്റർ ഉള്ളൂ. 2 കിലോമീറ്ററിന് ചോടെ 2 കിലോമീറ്റർ. ഇതിന്റെ ലൊക്കേഷൻ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ലൊക്കേഷൻ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടേക്ക് എത്തിയുള്ള സംവിധാനം ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇദ്ദേഹത്തിന്റെ ഗപ്പി ഫാം എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ ചാനൽ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്? ചാനൽ ഞാൻ സ്ഥിരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ഒരു ചാനലാണ്. നമ്മള് ഗിരീശന്റെ പല ഫാമുകളിലും പോയിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് കുറേ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുമാതിരി ബാക്കിയുള്ളവർക്കും ഗുണങ്ങളാവട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട്
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.